അമിതമായ ലഹരി ഉപയോഗം വീടുകളിൽ മാത്രമല്ല സമൂഹത്തിലും ഉണ്ടാക്കുന്ന വിപത്ത് ചെറുതല്ല. മയക്കുമരുന്നിന് അടിമകളായ യുവാക്കൾക്ക് സ്വന്തം അമ്മയെയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. കൊല്ലത്ത് 65കാരിയെ ബലാത്സംഗം ചെയ്തത് ലഹരിക്കടിമയായ യുവാവാണ്. വാക്കനാട് സ്വദേശിനിയായ വീട്ടമ്മ ആശുപത്രിയിൽ പോയി വീട്ടിലേക്ക് നടന്നു വരുമ്പോഴായിരുന്നു ലൈംഗിക അതിക്രമം. വീട്ടമ്മയെ പിന്തുടർന്നെത്തിയ പ്രതി സമീപത്തെ പറമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ യുവാവിനെ നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പിടികൂടിയത്. കുന്നത്തൂർ സ്വദേശിയായ അനൂജാണ് അറസ്റ്റിലായത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 65കാരി വാക്കനാട് ആശുപത്രിയിൽ പോയ ശേഷം വീട്ടിലേക്ക് നടന്നു പോകും വഴിയാണ് സംഭവം. വിജനമായ വഴിയിൽ നിന്ന കുന്നത്തൂർ സ്വദേശിയായ അനൂജ് ഇവരെ പിന്തുടർന്നു. കാഞ്ഞിരത്തിങ്കൽ വള്ളക്കടവെത്തിയപ്പോൾ കടന്നുപിടിച്ച പ്രതി മൃഗീയമായി ഉപദ്രവിക്കുകയും ഒടുവിൽ ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. ആക്രമണശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മൊഴിയിൽ പറയുന്നു. അവശയായ വൃദ്ധ മകളെ ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചു. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. പ്രതിയെ പ്രദേശവാസികളാരും മുമ്പ് കണ്ടിട്ടില്ലെന്നത് പോലീസിന് വെല്ലുവിളിയായിരുന്നു. അവര് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്കായിരുന്നു സ്ത്രീയെ ഇങ്ങനെ ആക്രമിച്ചത്. 65 വയസ്സുണ്ട് ആ സ്ത്രീ. അപ്പൊ അവര് വന്നതിന് ശേഷം ഇവനെ ലഹരി എന്തോ ഉപയോഗിച്ചിട്ടുണ്ട്. 24 വയസ്സാണ്. അനൂജ് എന്നാണ് പേര്. നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ മാഡത്തിന്റെ നമ്മുടെ ACP അദ്ദേഹത്തിന്റെ എല്ലാവരുടെ ഒരു ഡയറക്ഷനിലോടുകൂടി ഒരു ടീമായിട്ട് പോലീസ് പോയി ആണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി പ്രദേശം വിട്ടിട്ടില്ലെന്ന് പോലീസിന് ബോധ്യമായി. ഒടുവിൽ പഞ്ചായത്ത് മുക്കിന് സമീപമുള്ള ശ്മശാനത്തിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന പ്രതിയെ കയ്യോടെ പിടികൂടുകയായിരുന്നു. പിടിയിലായ അനൂജ് ലഹരിക്കടിമയാണെന്ന് പോലീസ് പറയുന്നു. ലഹരി ഉപയോഗത്തിനു വേണ്ടിയാണ് ഇയാൾ ഇവിടെ എത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര.